ഇന്ത്യസ് ഫസ്റ്റ് 200 മെഗാപിക്സൽ ക്യാമറ ഫോൺ ഇപ്പോൾ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ്. മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള പേരിൽ. മോട്ടോ ഈ കഴിഞ്ഞ ദിവസം 2 സ്മാർട്ട് ഫോൺസ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ, മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള പേരിൽ 2 ഫോൺസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് അടുത്തതായിട്ട് മോട്ടോ എഡ്ജ് 30 ഫ്യൂഷനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മോട്ടോ എഡ്ജ് 30 അൾട്ര. ഈ അൾട്ര എന്നുള്ള നെയിമിൽ മോട്ടോ മാത്രമല്ല ഫോൺസ് കൊണ്ടുവരുന്നത്. സാംസങ്ങിൻ്റെ S22 അൾട്ര ഉണ്ട്, പിന്നെ ഷവോമിയുടെ Mi 10 അൾട്ര എന്നീ ഫോൺസ് എല്ലാം ഉണ്ട്. ഈ അൾട്ര ഫോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ എൻഡ് പ്രീമിയം സ്മാർട്ട് ഫോൺസ് ആയിരിക്കും ഈ അൾട്ര എന്നുള്ള പേരിൽ വരുന്നത്. അതിൻ്റെ പ്രൈസും ഒബ്വിയസ്ലി ഒരു 60,000 രൂപയ്ക്ക് 70,000 രൂപയ്ക്ക് മേലെ ആയിരിക്കും ഫോൺസിൻ്റെ പ്രൈസ് വരിക. പക്ഷേ മോട്ടോ ഇവിടെ സർപ്രൈസിംഗ്ലി 54,999 രൂപയ്ക്ക് ഈ ഒരു മോട്ടോ എഡ്ജ് 30 അൾട്ര കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മോട്ടോ എഡ്ജ് 30നെ കുറിച്ച് പറയുകയാണെങ്കിൽ മോട്ടോൻ്റെ വൺ ഓഫ് ദ പ്രീമിയം സ്മാർട്ട് ഫോണാണ് ഈ മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നുള്ള ഈ ഒരു ഫോണ്. കൊടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസ്, ബെസ്റ്റ് ഡിസൈൻ, ബെസ്റ്റ് ക്യാമറാസ് എല്ലാം മോട്ടോ ഇതിൽ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. പ്രൈസും വളരെ കുറവാണ്. 55,000 രൂപ കുറവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻസിലുള്ള ഫോണ് ഷവോമിയിലോ സാംസങ്ങിലോ വരികയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെയായാലും ഒരു 70,000 രൂപയ്ക്ക് മേലെ ആയിരിക്കും വരിക. പക്ഷേ മോട്ടോ ഇവിടെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അഗ്രീസീവ് ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഫോൺ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. ആ ഗ്ലാസ് ബോഡിയിൽ കോർണിംഗ് ഗോറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഫോൺ ടോട്ടലായിട്ട് 2 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഇന്റർസ്റ്റെല്ലാർ ബ്ലാക്ക്, സ്റ്റാർലൈറ്റ് വൈറ്റ്. ഫോണിൻ്റെ ഫിസിക്കൽ ഓറി നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടനും പവർ ബട്ടനും കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ടോപ്പിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈമറി മൈക്രോഫോൺ, സ്പീക്കർ, ചാർജിങ് പോർട്ട്, സിം ട്രേ എന്നിവയാണ് വരുന്നത്. ഇതിൽ ഡ്യുവൽ നാനോ സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. എക്സ്റ്റേണലായിട്ട് SD കാർഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിലില്ല. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഫോൺസിൽ ഒന്നും തന്നെ SD കാർഡിൻ്റെ സപ്പോർട്ട് കൊടുക്കാറില്ല. അതിവിടെ കൊടുക്കാത്തത് നന്നായി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കൊടുക്കാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ല. 198.5 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. 8.39 mm ആണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. ഈ ഫോൺ അത്യാവശ്യത്തിന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ എടുത്ത് പറയേണ്ടത് ഈ ഫോണിലുള്ള ഡിസ്പ്ലേ ആണ്. ഒരു എഡ്ജ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നല്ല കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണുള്ളത്. പക്ഷേ നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോയ നല്ല റേറ്റും കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ 360 ഹെർട്സിൻ്റെ ടച്ച് ഡയമണ്ട് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1250 നിറ്റ്സാണ് ഈ ഒരു ഡിസ്പ്ലേൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. കോർണിംഗ് ഗോറില്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ ബ്രാൻഡ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ എടുത്ത് പറയണമെന്ന് തോന്നിയപ്പം പറഞ്ഞാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന പ്രോസസ്സറിനെ കുറിച്ച് നോക്കാം. കോൽക്കോം സ്നാപ്ഡ്രാഗൺ 8+ Gen 1+ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതൊരു 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ്. ഇതൊരു 5G പ്രോസസ്സറാണ്. 14 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ മോട്ടോ നൽകിയിട്ടുണ്ട്. Adreno 730 ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന GPU. LPDDR5 റാം ടൈപ്പാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഉള്ളതിൽ വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും പ്രോസസ്സറുമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. MyUI 4.0 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ആക്ച്വലി ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. മോട്ടോയുടെ ചെറിയൊരു കസ്റ്റമൈസേഷൻ ഈ ഒരു OS-ൽ വന്നിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോൺ പ്യുവർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. ചെറിയൊരു കസ്റ്റമൈസേഷൻ മോട്ടോ നടത്തിയിട്ടുണ്ട്. 4610 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ആ 125 വാട്ടിൻ്റെ ചാർജർ മോട്ടോ നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്.
പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നമുക്ക് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 200 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ ISOCELL HP1 സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൽ OIS സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 117 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നത്. ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് മാക്രോ ലെൻസായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 8K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 4K വീഡിയോസ് 30-60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ട്സിലായിട്ട് 60 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്യാമറയിലും മെഗാ പിക്സൽ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയും അതിനനുസരിച്ച് ഉണ്ടായാൽ നന്നായിരുന്നു. ഈ ഫോൺ ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ചില റിവ്യൂസൊക്കെ കണ്ടത് ക്യാമറ ഈ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ തിരക്കേടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫൈനലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോൺ 8GB 128GB എന്നൊരൊറ്റ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 54,999 രൂപയാണ് വരുന്നത്. ഈ ഫോൺ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 22 ആണ്. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയാനുള്ളത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. നല്ലൊരു കേർവ്ഡ് എഡ്ജ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ റീഫ്രഷ് റേറ്റ് 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് ആംഗ്ലേറ്റും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ബെസ്റ്റ് പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയും ബെസ്റ്റ് ആണ്. ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആണ്. അതിൽ ഡൗൺഗ്രേഡ് ആയിട്ട് ഒന്നുമില്ല. ബിൽഡും ക്വാളിറ്റിയും എല്ലാം ഒരു പ്രീമിയം റേഞ്ചിലാണ് മോട്ടോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിലുള്ള ഒരു ഡൗൺഗ്രേഡ് എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. ഈ ഫോൺ 8GB റാം വേരിയൻറ്റിലാണ് വരുന്നത്. അത് അത്രക്ക് വലിയ പ്രശ്നമാവില്ല. പക്ഷേ പ്രോബ്ലം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ 128ൻ്റെ സ്റ്റോറേജ് മാത്രമാണ് വരുന്നത്. 256GB വേരിയൻറ്റ് ഈ ഒരു മോഡലിന് ഇല്ല. ഈ ഫോണിൽ 200 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 50 മെഗാ പിക്സലിൻ്റെ വരുന്നുണ്ട്. 200 മെഗാ പിക്സലിൽ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ സൈസ് 50 MB വരുന്നുണ്ട്. ഈ ഫോണിൽ 8K വീഡിയോ റെക്കോർഡിങ്ങും ഉണ്ട്. 8Kയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഫയൽ സൈസും നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഫോണിലില്ല. അത് വലിയ ഡൗൺഗ്രേഡ് ആണ്. SD കാർഡ് സ്ലോട്ടിൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ നൽകിയിട്ടില്ല. ഓവറോൾ ഈ ഫോണിൽ എല്ലാം ബെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിൽ മാത്രമാണ് ഒരു ചെറിയൊരു ഡൗൺഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. മേ ബി ഇതിൻ്റെ ഒരു 256GB വേരിയൻറ്റ് വന്നാൽ കുറച്ച് ബെറ്റർ ആകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.